ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് പള്ളിക്കരക്കടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7.5 കിലോമീറ്ററും കാക്കനാട് സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലേക്ക് 9.5 കിലോമീറ്ററും തൃപ്പൂണിത്തറയിലേക്ക് 12 കിലോമീറ്ററുമാണ് വരുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. മനോഹരമായൊരു കണ്ടംപററി സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. 5 മീറ്ററിൽ കൂടുതൽ നീളം വരുന്ന ഇന്റർലോക്ക് കട്ടൽ വിരിച്ച വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായുള്ളത്. LED ലൈറ്റും ടെക്സ്റ്റർ ഡിസൈനൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ ചെയ്തിരിക്കുന്നത്. GI ട്യൂബിൽ നല്ലൊരു ഡിസൈൻ വർക്കൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് മെയിൻ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ വീടിൻ്റെ വിശാലമായൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അതുകൂടാതെ തന്നെ മറ്റു വലിയൊരു വാഹനം കൂടി നമുക്ക് ഈ വീടിന് മുന്നിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാ കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. ചുറ്റുഭാഗത്തെല്ലാം ആവശ്യത്തിന് സ്പേസ് വിട്ടുകൊണ്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റെഡിഷ് കളറിൽ വരുന്ന നല്ലൊരു ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. 3-4 ആളുകൾക്ക് വരെ സുഖമായി ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കാവുന്നതാണ്. മോഡേൺ ലുക്കിൽ തന്നെയാണ് ഈ വീടിന്റെ മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. അല്പം വ്യത്യസ്തമായൊരു ഹാൻഡിൽ ഡിസൈനൊക്കെ നമുക്കിവിടെ കാണാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വലിയ വെന്റിലേഷനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കോർണർ സെറ്റി നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. GI ട്യൂബും മൾട്ടിവുഡും മിക്സ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ TV യൂണിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഇവന്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി ഇരിക്കുന്നതിനായിട്ടുള്ളൊരു സ്പേസും അതിന് താഴെയായി ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം ബിൽഡർ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലൈറ്റ് മിററൊക്കെ കൊടുത്ത് ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സോട് കൂടിയാണ് ഇവിടെ വാഷ് കൗണ്ടർ പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. വുഡൻ ഫിനിഷ് വരുന്ന മാറ്റ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡിന്റെ കളർ കൊടുത്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീതി അല്പം കുറച്ച് നീളം കൂട്ടിയാണ് ഇവിടെ കിച്ചണിൽ വിൻഡോസ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ബൗണ്ടറി വാളിൽ നിന്ന് അല്പം സ്പേസ് നമുക്ക് ഈ കിച്ചന്റെ ബാക്ക് സൈഡിലായി ലഭിക്കുന്നുണ്ട്. നമുക്കിനി നേരെ ഈ വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളവും 11 അടി വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഒരു ഷെൽഫും ഒക്കെ കൊടുത്താണ് ബിൽഡർ വാർഡ്രോബ് പൂർത്തീകരിച്ചിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ ബാത്റൂം നൽകിയിരിക്കുന്നത്. സെറ ജാഗ്വാർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനോട് കൂടെ തന്നെ ഒരു ഷെൽഫൊക്കെ ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും ഈ ബെഡ്റൂമിലെ ബാത്റൂമും ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ GI ട്യൂബിൽ മൾട്ടിവുഡ് കൊണ്ട് നല്ല ഭംഗിയാക്കി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു പാർട്ടീഷൻ വർക്ക് നമുക്കിവിടെ കാണാം.
അതുകൂടാതെ റൂഫ് ടോപ്പിൽ നിന്ന് സൺലൈറ്റ് ലഭിക്കുന്നതിനായി ജാളി വർക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർവേ കയറി നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ വീട്ടിലെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു TV യൂണിറ്റ് ഇവിടെയും ബിൽഡർ നൽകിയിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. 12 അടിയോളം നീളം വരുന്ന വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. റൂഫെല്ലാം ഷീറ്റുകൾ കൊണ്ട് മറച്ചുകൊണ്ട് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ പണിതിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. അടുത്തതായി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാനത്തെയും 4ാമത്തെയും ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിന്റെ ഒരു വാളിലായി വലിയൊരു ഗ്ലാസ് പാർട്ടീഷൻ വർക്ക് നമുക്കിവിടെ കാണാം. ഗ്ലാസ് പാർട്ടീഷനോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ഇരിക്കുന്നതിനായിട്ടുള്ള ഒരു സൗകര്യവും ബിൽഡർ ഒരുക്കിയിട്ടുണ്ട്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബാണ് ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടഫൻഡ് ഗ്ലാസ് വർക്ക് കൊടുത്തുകൊണ്ടാണ് ഹാൻഡിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 96 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.